പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ വീണ്ടും വേദപുസ്തകത്തിനകത്ത് നിന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ വീണ്ടും പഠിക്കുവാനായിട്ട് പോകുന്നു. പരിശുദ്ധാത്മാവ് ഏതൊക്കെ പേരുകളിലാണ് അറിയപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. പരിശുദ്ധാത്മാവിനെ പല പേരുകളിലും അറിയപ്പെടുന്നു. ഈ എല്ലാ പേരുകളിലും ചില വ്യത്യാസങ്ങൾ നമുക്ക് കാണാം. ഒന്നാമത്, പരിശുദ്ധാത്മാവിനെ ദൈവത്തിൻ്റെ ആത്മാവായി കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവാകുന്നു. ഭൂമിയുടെ ഉൽപ്പത്തിയിൽ വ്യക്തമായി നമുക്ക് കാണാം. അതിൻ്റെ ആരംഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് പാഴും ശൂന്യമായി ഇരുന്ന ഭൂമിയിൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പരിശുദ്ധാത്മാവിനെ യഹോവയുടെ ആത്മാവായിട്ട് വേദപുസ്തകത്തിനകത്ത് കാണാം. എപ്രകാരമാണ് കാണുന്നത്? നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം, എളിയവരോട് സദ്വർത്തം ഘോഷിപ്പാനും യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ യഹോവയുടെ ആത്മാവ് എന്ന് വ്യക്തമായി പറയുന്നു. അത് യഹോവയുടെ ആത്മാവ് എന്നതിന് സ്വയംഭൂ അഥവാ സ്ഥിതി ചെയ്യുന്നവൻ എന്നാണ് അർത്ഥമാക്കുന്നത്. ആത്മാവ് സൃഷ്ടി അല്ല, അസ്തിത്വമുള്ള വ്യക്തിയാണെന്ന് വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിന് ആരംഭവും അവസാനവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയേ മതിയാകും. മൂന്നാമത്, ക്രിസ്തുവിൻ്റെ ആത്മാവെന്നും പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഉപമിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിന് ക്രിസ്തുവിൻ്റെ ആത്മാവെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് സഭയിലും വിശുദ്ധന്മാരുടെ ഹൃദയങ്ങളിലും അധിവസിച്ചുകൊണ്ട് ഒരു മണവാട്ടിയായി ഒരു ക്രിസ്തുവിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ദൈവത്തിൻ്റെ ആത്മാവ്. അവിടെ റോമർക്കെഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായത്തിൽ വ്യക്തമായി കാണുന്നു, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവുള്ള ഒരു വ്യക്തിയായി ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ക്രിസ്തുവിൻ്റെ ആത്മാവായി പറയുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവെന്നും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഫിലിപ്പിയർ 1:19 പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സഹായത്താലും അത് എനിക്ക് രക്ഷാകാരണമായി തീരും എന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനെ യേശുവിൻ്റെ ആത്മാവായി വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. പുതിയ നിയമ ശുശ്രൂഷയിലും വ്യക്തിപരമായ നിയോഗത്തിലും അയക്കുന്നതും ഈ ആത്മാവെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് അവൻ രക്ഷ സ്വീകരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിലൂടെയാണ്. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. അങ്ങനെ രക്ഷിക്കപ്പെടുന്ന വ്യക്തിയുടെ ജീവിതത്തിനകത്ത് അവൻ്റെ ഉള്ളിൽ മരിച്ചു കിടക്കുന്ന ആത്മാവിനെ ഉയർപ്പിക്കുന്നതും ഈ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ മഹത്വത്തിൻ്റെ ആത്മാവായി വേദപുസ്തകത്തിൽ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടിപരമായ പ്രവൃത്തിയിലും ആത്മീയ ജീവിതത്തിൻ്റെ ദാനത്തിലും സംരക്ഷണതയിലും വ്യാപകമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവിനുള്ളത്. പരിശുദ്ധാത്മാവിന് 1 പത്രോസ് 4-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നല്ലോ എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ഈ പരിശുദ്ധാത്മാവ് മഹത്വത്തിൻ്റെ ആത്മാവെന്ന് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നമ്മളെ കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മളിൽ വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ സത്യത്തിൻ്റെ പാതയിലേക്ക് നമ്മളെ നടത്തി മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ആത്മാവാണ്. പരിശുദ്ധാത്മാവിനെ പ്രവചനത്തിൻ്റെ ആത്മാവെന്നും ദൈവത്തിൻ്റെ വചനത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ യുഗത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക തരത്തിലൂടെ ശുശ്രൂഷ യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാനും വരുവാനുള്ളത് അറിയിച്ചുകൊണ്ട് നമ്മളെ ഉത്സാഹിപ്പിക്കുകയും നമ്മുടെ വഴികളെ തെറ്റിപ്പോകാതെ നമ്മളെ കറക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ വെളിപ്പാട് പുസ്തകത്തിൽ 19-ാം അധ്യായം 10-ാമത്തെ വാക്യം പറയുന്നു, യേശുവിൻ്റെ സാക്ഷ്യമോ പ്രവചനത്തിൻ്റെ ആത്മാവ് തന്നെ എന്ന് പറയുന്നു. അപ്പോൾ പ്രവചനത്തിൻ്റെ ആത്മാവെന്നും വേദപുസ്തകത്തിനകത്ത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു. പരിശുദ്ധാത്മാവിനെ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവ് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. മനുഷ്യൻ്റെ ജ്ഞാനത്താൽ ദൈവിക കാര്യങ്ങൾ പൂർണ്ണമായി നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധ്യമല്ല. ആയതിനാൽ ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ തന്നെയും നമുക്ക്
മറനീക്കി പ്രവേശനം നൽകുന്നത്, അല്ലെങ്കിൽ മറനീക്കി നമ്മളെ തെളിയിച്ചു തരുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിച്ചുകൊണ്ട് വ്യക്തിപരമായി യേശുക്രിസ്തുവിനെ അറിയുന്നതിനും ദൈവവുമായി ആഴമായ ഒരു ബന്ധത്തിലേക്ക് നമ്മൾ നയിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. ദൈവിക സത്യങ്ങളെ മനസ്സിലാക്കുവാനും ദൈവാത്മാവിൻ്റെ ശബ്ദം കേൾക്കുവാനും ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുവാനും സഹായിക്കുന്നതൊക്കെയും ഈ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ എഫേസ്യർക്ക് ലേഖനം 1-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നമുക്കത് വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവിക സത്യങ്ങൾ ദൈവാത്മാവ് ഉദ്ദേശിക്കുന്ന നിലയിൽ മനസ്സിലാക്കുവാനും ഹല്ലേലൂയ ദൈവത്തെയും ദൈവഹിതത്തെയും അറിയുവാനും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ജ്ഞാനവും വെളിപ്പാടും ഒക്കെ നമുക്ക് പ്രാപിപ്പാനൊക്കെ നമ്മളെ സഹായിക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവുമായി ആഴമായ ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ കൂടിയേ തീരും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എന്തിനാണ് എന്ന് നമ്മൾ നോക്കുവാനായിട്ട് സാധിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾക്ക് വലിയൊരു മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഒന്നാമത് വചനം പറയുന്നു, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്. ഒരു വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ ആ വ്യക്തിയുടെ ഉള്ളിൽ ക്രിയ ചെയ്ത് അവനെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം നമുക്ക് തരുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ഒന്ന്, പാപത്തെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പാപമെന്ന് പറയുന്നത് ദൈവത്തിനോടുള്ള മറുതലിപ്പാണ് പാപം. അല്ലെങ്കിൽ ദൈവത്തിന് വെച്ച് ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൽപ്പനകളെ മുറിച്ച് കളയുന്നതാണ് പാപം. അപ്പം ഒരു പാപി മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പാപി മരണത്തിൽ അകപ്പെട്ടു പോയി നിത്യനരകത്തിൽ പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഒരു പാപി പാപത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യം വന്ന് പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് ആ വ്യക്തി മനം തിരിഞ്ഞ് ജീവിപ്പാൻ നമ്മളെ സഹായിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ഈ ആത്മാവ് നമ്മുടെ തെറ്റുകളെ നമുക്ക് മനസ്സിലാക്കുകയും തെറ്റുകൾ തിരുത്തി നമുക്കത് ഏറ്റുപറഞ്ഞ് നമ്മുടെ ജീവിതത്തെ കറക്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പഴയ ജീവിതത്തിൽ നിന്ന് ഒരു പുതിയ ജീവിതത്തിലേക്ക്, പഴയ വ്യക്തിയിൽ നിന്ന് ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുന്നതും ഈ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തി നമ്മളെ പാപത്തിൽ നിന്ന് മനം തിരിയുവാൻ സഹായിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. 2, നീതിയെക്കുറിച്ച്. ക്രിസ്തുവിൻ്റെ ഉയർപ്പിലും സ്വർഗാരോഹണത്തിലും അവൻ്റെ നീതിയാലുള്ള കാര്യങ്ങളെക്കുറിച്ചും നമ്മളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന ഒരു ആത്മാവാണ് പരിശുദ്ധാത്മാവ് എന്ന് വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നീതിയുള്ള ദൈവമാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് നീതിയെക്കുറിച്ച് ബോധ്യം തരുന്ന ദൈവമാണ് പരിശുദ്ധാത്മാവ്. നീതിയോടെ ജീവിപ്പാൻ, അന്യായം ചെയ്യാതെ നീതിയുള്ള ഒരു വ്യക്തിയായി ജീവിപ്പാൻ തക്കവണ്ണം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ പറ്റി ഇപ്രകാരം പറയുന്നു, ന്യായവിധിയെക്കുറിച്ച്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14 മുതൽ 15 വാക്യം പറയുന്നു, അതിക്രമങ്ങൾ ഒക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വഹിപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ട് ആടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. സ്ത്രീയുടെ സന്തതി കാലത്തിൻ്റെ സമ്പൂർണതയിൽ മനുഷ്യനായി വെളിപ്പെടുകയും ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിലൂടെ വീണ്ടും വീണ്ടെടുപ്പ് നൽകുകയും ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ തിരുവഴുത്തിൽ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ ലോകത്തിൻ്റെ പ്രഭുവായിരിക്കുന്ന പിശാചിനെ തകർത്ത് പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്ന ജനത്തെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടാണ് യേശു കർത്താവ് വന്നത്. ഇത് നമ്മളെ ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വരുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്കൊരു നീതിപരമായി ജീവിക്കുക മാത്രമല്ല, ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വരുത്തി നമ്മളെ സത്യമാർഗത്തിൽ നയിക്കുന്ന വ്യക്തിയാണ് ഈ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് കൂടുതൽ നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ പ്രാധാന്യം എന്നതെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവ് ഇല്ലാതെ നമുക്ക് ഒരു വിജയകരമായ ഒരു ജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് സാധ്യമല്ല. പരിശുദ്ധാത്മാവ് വിവിധ തരത്തിൽ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. പരിശുദ്ധാത്മാവിനെ പലതരത്തിൽ വ്യക്തികളോട് ഇടപെടുവാനായിട്ട് സാധിക്കും.
പരിശുദ്ധാത്മാവ് ദൈവം ഹല്ലേലൂയ നമ്മളെ ഇടപെടലുകൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാര്യം വേദപുസ്തകത്തിനകത്ത് വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവവുമായി ആഴമായ സ്നേഹബന്ധത്തിലേക്ക് നയിക്കുവാൻ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നേരത്തെയുള്ള വീഡിയോകളെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നമ്മളെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കാൻ സഹായിക്കുന്നതാണ് ഈ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. എപ്രകാരമാണ്? ഒന്ന്, വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ഹല്ലേലൂയ ദൈവവുമായിട്ട് നിരന്തരമായി ഹല്ലേലൂയ ഒരു ബന്ധമുണ്ടാകുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വേദപുസ്തകം നാം കൃത്യമായി വായിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ധ്യാനിക്കുകയും ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുവാൻ നമുക്കൊരു മനസ്സുണ്ടാകുകയും ചെയ്യണം. വചനത്തിലൂടെയാണ് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. വചനത്തിലെ വിട്ട് പരിശുദ്ധാത്മാവ് ഇടപെടുകയില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സങ്കീർത്തനം 119:105, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ വചനത്തിലൂടെ കറക്റ്റ് ചെയ്ത് നമ്മളെ കൃത്യമായ സ്ഥലത്തിലേക്ക്, ദൈവഹിതപ്രകാരത്തിലേക്ക്, ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് നമ്മളെ നടത്തുവാൻ ദൈവം നമുക്ക് ഇടപെടുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് സാഹചര്യത്തിലൂടെ നമ്മളോട് സംസാരിക്കുവാനിടയാകും, അല്ലെങ്കിൽ ഇടപെടുവാനിടയാകും. ദൈവം ഒരു വഴി അടയ്ക്കുകയും മറ്റൊന്നും തുറക്കുകയും ചെയ്യുന്നതാണ്. പലപ്പോഴും ഒരു വഴി അടയുമ്പോൾ നമ്മൾ പലപ്പോഴും ഭാരപ്പെടാറുണ്ട്. പക്ഷേ ദൈവം ഒരു വഴി അടച്ചിട്ട് വേറൊരു വഴി നമുക്ക് വേണ്ടി തുറക്കുന്ന ഒരു ദൈവമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. റോമർക്ക് ലേഖനം 8-28 പറയുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നതാണ്. ഏത് സാഹചര്യത്തിലും പരിശുദ്ധാത്മാവിന് നിൻ്റെ ജീവിതത്തിൽ ഇടപെടുവാനായിട്ട് പറ്റും. വചനത്തിലൂടെ മാത്രമല്ല, നിൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ വ്യക്തമായി നിന്നെ മനസ്സിലാക്കി, നിന്നെ ആശ്വസിപ്പിച്ച്, നിന്നെ ബലപ്പെടുത്തി, നിന്നെ ശക്തീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ഈ പരിശുദ്ധാത്മാവിനെ സഹായിക്കും. പരിശുദ്ധാത്മാവ് ദർശനങ്ങളിലൂടെ നമ്മോട് ഇടപെടും, നമ്മോട് സംസാരിക്കും. ദർശനങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ വ്യക്തമായി പരിശോധിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നു. പൗലോസിൻ്റെ ജീവിതത്തിലെല്ലാം ദർശനത്തിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 16-19 വ്യക്തമായി പറയുന്നു, പൗലോസിൻ്റെ ജീവിതത്തിൽ മക്കെദോന്യയിലേക്ക് കടന്നു ചെല്ലുവാൻ ആഹ്വാനം ചെയ്യുന്നത് ദർശനത്തിലൂടെയാണ്. അപ്പോൾ ദർശനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിപ്പാനിടയായിത്തീരും. നമ്മുടെ ജീവിതത്തിൽ 4, പ്രവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെടും. വരപ്രസാദം ലഭിച്ചതായിട്ടുള്ള, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ പ്രാപിച്ചതായ വ്യക്തികളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിപ്പാനിടയായിത്തീരും. വേദപുസ്തകത്തിനകത്ത് എബ്രായർക്ക് ലേഖനം 1-1 പറയുന്നു, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകൻ മുഖാന്തരം പിതാക്കന്മാരോടും അരുളി ചെയ്ത് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നത്. അപ്പോൾ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നു, പ്രവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് വ്യക്തമായി സംസാരിക്കും. അപ്പോൾ പ്രവചനം നമ്മളെ ആശ്വസിപ്പിക്കുകയും നമ്മളെ പ്രബോധിപ്പിക്കുകയും നമ്മളെ ഉത്സാഹിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തെ പണിയുന്നതാണ് പ്രവചനം. 5, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് വ്യക്തിപരമായി സംസാരിക്കും, നേരിട്ട് സംസാരിക്കും. ഈ അനുഭവം വിരളമായി മാത്രമേ തൻ്റെ ഭക്തന്മാർക്ക് ലഭിക്കുകയുള്ളൂ എന്ന് വേദപുസ്തകത്തിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. വേദപുസ്തകത്തിനകത്ത് യേശു കർത്താവ് തന്നെ നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്നത് വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ദൈവം എപ്പോഴും അങ്ങനെ ഇടപെടാറുണ്ട്. ദൈവം സാധാരണ ഇടപെടുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയൊക്കെയാണ്. പക്ഷേ വിരളമായിട്ട് മാത്രമേ ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട ഒരു വ്യക്തിയോട് സംസാരിക്കാറുള്ളൂ. അപ്പോൾ ദൈവം പലപ്പോഴും സംസാരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. അപ്പോൾ ഹൃദയത്തിലാണ് ദൈവത്തിൻ്റെ ദൈവശബ്ദം നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ മൃദുകരമായ ശബ്ദം നമ്മുടെ ഹൃദയത്തിനകത്ത് കേൾക്കുവാനായിട്ട് ഇടയാകും. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-12 പറയുന്നു, എന്നാൽ ചില സ്വർഗീയ ദർശനങ്ങൾ ഒക്കെ നമുക്ക് അവിടെ നമ്മൾ വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നു. ചില സ്വർഗീയ ശബ്ദങ്ങൾ, അല്ലെങ്കിൽ നീതിയോടെ മുഴങ്ങുന്ന ഇടിനാദങ്ങളൊക്കെ മത്തായിയുടെ സുവിശേഷത്തിലും 17-5 വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നു. പരിശുദ്ധാത്മാവ് അതിൻ്റെ ശബ്ദം എപ്രകാരമാണ് കേൾക്കുന്നത്?
നിങ്ങളത് വേദഭാഗം എടുത്ത് വായിക്കുക. നമുക്ക് ഈ വീഡിയോയിൽ കൂടുതൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റാത്തത് കൊണ്ടാണ് വേഗത്തിൽ റെഫറൻസ് മാത്രം ഞാൻ പറഞ്ഞു പോകുന്നത്. ദൈവം പല സന്ദർഭങ്ങളിൽ മനുഷ്യനുമായി വ്യക്തിപരമായി ഇടപെടുവാൻ ആഗ്രഹിക്കുന്നു. ആറാമത്, ദൂതന്മാർ മുഖാന്തരം ഇടപെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൂതന്മാർ ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കുന്ന വ്യക്തികളാണ്. നമ്മുടെ അടുക്കൽ വന്ന് നമ്മോട് സംസാരിക്കുവാൻ ദൈവം പലപ്പോഴും ദൈവം അയക്കാറുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 26 മുതൽ 32 വരെയുള്ള വാക്യം വായിക്കുന്ന സമയത്ത് മറിയയുടെ അടുക്കൽ ഗബ്രിയേൽ ദൂതൻ വന്നത് ദൈവത്തിൻ്റെ വാർത്ത അറിയിക്കുന്നത് വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവം പറഞ്ഞിട്ടാണ് ദൂതൻ വരുന്നത്. അപ്പോൾ ദൈവം അയക്കുന്ന കാര്യങ്ങൾ, ദൈവം സംസാരിക്കുന്ന കാര്യങ്ങൾ സംസാരിപ്പാൻ ദൈവത്തിൻ്റെ ദൂതന് വ്യക്തമായി അറിയാം. ദൈവത്തിൻ്റെ ആത്മാവിലൂടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതൻ തന്നെ വന്ന് നമ്മോട് ഇടപെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏഴാമതായി, സ്വപ്നത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കും. ദൈവം നമ്മോട് സംസാരിക്കും. സ്വപ്നത്തിലൂടെ ദൈവം നേരിട്ടും ദൂതന്മാർ മുഖാന്തരം സംസാരിക്കും. മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം പറയുന്നു, കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി എന്നത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ സ്വപ്നത്തിലൂടെ പ്രത്യക്ഷനാകുന്നത് നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഇവിടെ ദൈവശബ്ദം കേൾക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടലുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മളെ തന്നെ ഒന്ന് കർത്താവിൻ്റെ കരത്തിലേക്കൊന്ന് സമർപ്പിച്ച് കർത്താവിനോട് പറയാം, പരിശുദ്ധാത്മാവേ, അങ്ങ് എൻ്റെ ജീവിതത്തിൽ കടന്നു വരണം. ഞാൻ ഈ കേട്ടതായ ഇടപെടലുകൾ ദൈവവചനത്തിലൂടെ, സ്വപ്നത്തിലൂടെ, പ്രവചനത്തിലൂടെ, ദൂതന്മാർ മുഖാന്തരം എന്നോടൊക്കെ അങ്ങ് സംസാരിക്കണം. അങ്ങയുടെ ശബ്ദം എനിക്ക് കേൾക്കുവാൻ താല്പര്യമുണ്ട്. എൻ്റെ ജീവിതത്തെ ഒന്ന് പണിയണം, എന്നെ രൂപാന്തരപ്പെടുത്തണം. അങ്ങയുടെ മകനാക്കി, പ്രിയ മകനാക്കി, പ്രിയ മകളാക്കി എൻ്റെ ജീവിതത്തെ ഒന്ന് മാറ്റണം, എന്നെ രൂപാന്തരപ്പെടുത്തണം. അങ്ങനെ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായി നിങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം, നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ അങ്ങനെ തന്നെ യേശുവിൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ കാണുവാൻ പരിശുദ്ധാത്മാവിനെയാകും. അങ്ങനെ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ.